നമസ്കാരം. നമ്മുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പാതയിൽ പലപ്പോഴും തളർന്നു പോയവർ, പ്രതിസന്ധികളിൽ ഉലയുന്നവർ, കണ്ണീരോടെ ദൈവത്തിന് മുന്നിൽ കൈകൂപ്പി നിൽക്കുന്നവർ, നിങ്ങൾക്കായിതാ ഒരു ശുഭവാർത്ത. നാം ഓരോരുത്തരും ജീവിതത്തിൽ ഒരു നല്ല കാലത്തിനായി കാത്തിരിക്കുന്നവർ തന്നെയാണ്. എത്രയൊക്കെ കഠിനാധ്വാനം ചെയ്തിട്ടും ഫലം ലഭിക്കാതെ വരുമ്പോൾ, പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുമ്പോൾ നാം നിരാശരാകാറുണ്ട്. എന്നാൽ പ്രപഞ്ചശക്തികൾ നമുക്കായി കരുതി വെച്ച ചില നിമിഷങ്ങളുണ്ട്. ആ നിമിഷങ്ങൾ തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. 2026 മെയ് മാസം 15-ാം തീയതി, അതായത് ഇടവമാസം 1-ാം തീയതി മുതൽ ആകാശത്തെ ഗ്രഹനിലകളിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഈ മാറ്റങ്ങൾ 10 നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ അടിമുടി മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ്. ഇത് കേവലമൊരു ജ്യോതിഷ പ്രവചനമല്ല, മറിച്ച് നിങ്ങളുടെ കഷ്ടപ്പാടുകൾക്ക് ദൈവം നൽകുന്ന ഉത്തരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നാളിതുവരെ അനുഭവിച്ച കഷ്ടതകളും വേദനകളും എല്ലാം ഭഗവാൻ കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ പ്രാർത്ഥനകളിലൂടെ. നിങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും ആത്മാർത്ഥത നിറഞ്ഞതായിരുന്നു. അത്തരമുള്ള ആളുകളെ ഭഗവാൻ ഒരു കാരണവശാലും കൈവിടുകയില്ല. ഇന്നിത് കേൾക്കുന്ന നിങ്ങളിൽ പലരും ഒരുപാട് ക്ഷമിച്ചവരാണ്, ഒരുപാട് കഷ്ടപ്പെട്ടവരാണ്, രാത്രികളിൽ ഉറക്കമില്ലാതെ കണ്ണീരോടെ ദൈവത്തെ പ്രാർത്ഥിച്ചവരാണ്. എൻ്റെ ആഗ്രഹങ്ങൾ എന്ന് സഫലമാകും, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം എന്ന് വരുമെന്ന് ചോദിച്ച് വിലപിച്ചവർ തന്നെയാണ് നിങ്ങൾ. എന്നാൽ ഓർക്കുക, നിങ്ങളുടെ ആ വിലാപം ദൈവം കേട്ടു. നിങ്ങളുടെ കണ്ണുനീർ കണ്ടുകൊണ്ട് ആ പ്രാർത്ഥനകൾ സ്വീകരിക്കപ്പെട്ടതിൻ്റെ അടയാളമാണ് ഈ ഇടവമാസം സംഭവിക്കാൻ പോകുന്നത്. അതായത് 2026 മെയ് 15 ഇടവം 1 മുതൽ ഒരു പ്രത്യേക ഗ്രഹനിലയാണ് സംജാതമാകുന്നത്. കർഷകർക്കും ജ്യോതിഷ പണ്ഡിതന്മാർക്കും ഒരുപോലെ പ്രധാനപ്പെട്ട ദിവസമാണിത്. സൂര്യൻ ഇടവൻ രാശിയിൽ പ്രവേശിക്കുന്നു. അതോടൊപ്പം ശുക്രൻ ഉച്ചത്തിൽ നിൽക്കുന്നു. ബുധൻ അതീവ ബലവാനാണ്. കൂടാതെ ഗുരുഭഗവാന്റെ പ്രത്യേക ദൃഷ്ടി ഈ 10 നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുന്നു. ഇത് വെറുമൊരു സാധാരണ ഗ്രഹചലനമല്ല, മറിച്ച് നിങ്ങളുടെ ദുരിതങ്ങൾ മാറാനുള്ള വലിയ ദൈവികമായ അവസരമാണ്. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ കൊണ്ടുവരുമെന്ന് ഉറപ്പിക്കാം. സ്നേഹം നിറഞ്ഞ വിശ്വാസികളെ, ഈ ഒരു അസുലഭ നിമിഷത്തെ, അതായത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നല്ല കാലം പിറക്കാൻ പോകുന്ന ഈ ഒരു നിമിഷത്തെ നിങ്ങൾ യാതൊരു കാരണവശാലും നെഗറ്റീവായി സ്വീകരിക്കരുത്. പല ആളുകളും ഇത്തരം സാഹചര്യങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമാധാനവും സമ്പത്തും കടന്നു വരുന്ന ആ ഒരു നിമിഷത്തെ പ്രാർത്ഥനാപൂർവമാണ് സ്വീകരിക്കാറ്. അവരുടെ ജീവിതത്തിൽ അതിനനുസരിച്ചുള്ള വലിയ മാറ്റങ്ങളും സംഭവിക്കും. ഭഗവാന്റെ ചൈതന്യം, അവർ വിശ്വസിക്കുന്ന ആ ശക്തിയിൽ നിന്നുള്ള ചൈതന്യം അവരുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഇടവമാസം സാധ്യമാവുകയാണെങ്കിൽ ഇടവം 1-ന് ക്ഷേത്ര ദർശനം നടത്തുക. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ മനസ്സിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാം ഭഗവാൻ കാണുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇതിൽ നിന്ന് മോചിപ്പിക്കുന്നത്. ദുരിതവും ദുഃഖവും എല്ലാം നിങ്ങൾക്കിനി മറക്കാം. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനവും സമ്പത്തും സമാധാനവും എല്ലാം വന്നു ചേരും. ഇത് ഈശ്വര കൃപ തന്നെയാണ്, ഈശ്വര ചൈതന്യം തന്നെയാണ്, നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം തന്നെയാണ്. ഇടവം 1 വെള്ളിയാഴ്ചയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നാം ഇവിടെ പരാമർശിക്കുന്ന 10 നക്ഷത്രക്കാരും തീർച്ചയായും വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി രക്തപുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ രീതിയിലുള്ള ഐശ്വര്യവും സമാധാനവും സമ്പത്തും എല്ലാം കൊണ്ടുവരുന്നതിന് സഹായിക്കും. ഈ ഒരു വഴിപാടിനൊപ്പം നിങ്ങൾ ഭാഗ്യസുക്തം കൂടെ ചെയ്യുക. കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വലിയ ഭാഗ്യങ്ങളാണ് കടന്നു വരാൻ പോകുന്നത്. വലിയ സൗഭാഗ്യങ്ങൾ കടന്നു വരുമ്പോൾ അതിന് പ്രാർത്ഥനകൾക്കും വഴിപാടുകൾക്കും ഏറെ ശക്തിയുണ്ട്. അതിന് ഇരട്ടി ഫലം നൽകും. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ഇടവം 1-ന് ക്ഷേത്ര ദർശനം നടത്തുക. അതോടൊപ്പം തന്നെ നമ്മുടെ ഏവരുടെയും ജീവിതത്തിൽ ബാധിച്ചേക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നെഗറ്റീവ് ഊർജ്ജം. ശത്രുദോഷം, കണ്ണേറ്, പ്രാക്ക്, മറ്റ് നെഗറ്റീവ് ക്രിയകളാലെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഇത്തരം നെഗറ്റീവ് ഊർജ്ജം ധാരാളം ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തെ പുറകോട്ട് നടക്കുവാനാണ് പ്രേരിപ്പിക്കുക. മടി, അലസത പോലുള്ള കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി നമ്മുടെ ജീവിതത്തെ തകർക്കും. അത്തരം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഇടവം 1 വെള്ളിയാഴ്ച നടക്കുന്ന നമ്മുടെ ശക്തിയേറിയ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവുക. അതിനായി നിങ്ങളുടെ പേരും നാളും താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക. ഇത്തരം പൂജാ വഴിപാടുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന ഇത്തരം ദോഷകരമായ കാര്യങ്ങളെല്ലാം നീക്കി ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്ക് ഇരട്ടി ഫലം നൽകുകയും ചെയ്യും. അതോടൊപ്പം എന്നത്തെയും പോലെ നിങ്ങളുടെ വിലയേറെ ലൈക്കുകൾ ഈ ഒരു അധ്യായത്തിന് ചെയ്യുക. നിങ്ങളുടെ കുടുംബത്തിലും ബന്ധുമിത്രാദികളിലും സുഹൃത്തുക്കളിലുമെല്ലാം ഇത്തരത്തിൽ നെഗറ്റീവ് ഊർജ്ജത്താൽ ബുദ്ധിമുട്ടുന്നവർ ധാരാളം ഉണ്ടാവും. അവരിലേക്ക് ഒരു അധ്യായം ഷെയർ ചെയ്യുക. അവർക്കും നമ്മുടെ പൂജാ വഴിപാടുകളിൽ പങ്കാളിയാവാനും അവരുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന എല്ലാ നെഗറ്റീവ് ഊർജ്ജത്തെയും ഇല്ലാതാക്കി സമാധാനപൂർണ്ണമായ ഒരു ജീവിതം നയിക്കുവാൻ സഹായിക്കും. അതുകൊണ്ട് ഈ ഒരു അധ്യായം ഷെയർ ചെയ്തുകൊണ്ട് കാണുക. ഇനി ഈ ഇടവമാസം മുതൽ ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്കൊത്ത് ജീവിക്കാൻ കഴിയുന്ന സൗഭാഗ്യം നിറഞ്ഞ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിലാദ്യം തന്നെ
തന്നെ ഇന്ന് പുലർച്ചെ നമുക്ക് പ്രശ്നത്തിൽ കാണാൻ സാധിച്ചത് അശ്വതി നക്ഷത്രക്കാരെയാണ്. ഒരുപാട് കാലമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന വലിയൊരു ആഗ്രഹം സഫലമാകും. നിങ്ങളുടെ ജീവിതത്തിലെ സകല ദുരിതങ്ങളും മാറി സന്തോഷകരമായ നിമിഷങ്ങൾ എത്തും. ജോലി അന്വേഷിക്കുന്നവർക്ക് അനുയോജ്യമായ തൊഴിൽ ലഭിക്കും. നിങ്ങളുടെ വീട്ടുപറമ്പിൽ നിന്ന് പോലും നിങ്ങൾക്ക് അമൂല്യമായ വസ്തുക്കൾ ലഭിക്കും. അതോടൊപ്പം അപ്രതീക്ഷിതമായ ധനയോഗവും നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു സ്വപ്നതുല്യമായ ജീവിതം തന്നെയാണ് ലഭിക്കാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇടവമാസം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ആ ചൈതന്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ അനിവാര്യമായി നിൽക്കുന്ന സമയം തന്നെയാണ്. രണ്ടാമതായി നമുക്കിന്ന് കാണാൻ സാധിച്ച മറ്റൊരു ഭാഗ്യനക്ഷത്രമാണ് ഭരണി. കുടുംബത്തിലും ദാമ്പത്യത്തിലും ഉണ്ടാകുന്ന അസ്വാരസ്യങ്ങൾ മാറി സമാധാനം കൈവരും. പിണങ്ങി നിന്നവർ ഒന്നിക്കും. വലിയ ധനലാഭവും സൗഭാഗ്യവും നിങ്ങളെ തേടി വരും. ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള പൊന്നും പണവും നിങ്ങൾക്ക് സ്വന്തമാവും. അത്രയേറെ സൗഭാഗ്യങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാൻ പോകുന്നത്. ഈ ഒരു ഇടവമാസം നിങ്ങൾ മറ്റുള്ള ആ ഒരു കാലഘട്ടങ്ങളിൽ ആഗ്രഹിച്ച ആ ഒരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ഭഗവാന്റെ അനുഗ്രഹത്താൽ, നിങ്ങളുടെ പ്രാർത്ഥനകളുടെ ശക്തിയാൽ, ആ ഒരു ചൈതന്യത്താൽ നിങ്ങൾക്ക് ഈ ഇടവമാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുന്നേറ്റം തന്നെയാണ് കൈവരിക്കുക. നിങ്ങൾക്ക് അമൂല്യമായ പല വസ്തുക്കളും ലഭിക്കാനിടവരും. നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ദോഷ കാര്യങ്ങൾക്കൊക്കെ പരിഹാരങ്ങൾ കണ്ടെത്തി പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ജീവിതത്തിൽ ഉയർച്ചയുടെ സമയം തന്നെയാണ്. ഇനി മൂന്നാമതായി വരുന്നത് രോഹിണി നക്ഷത്രമാണ്. ഭാഗ്യം നിങ്ങളുടെ പടിവാതിക്കൽ എത്തും. ഭൂമിയോ വീടോ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള യോഗം തെളിയും. പുതിയ വാഹനം വാങ്ങാനും ഈ സമയം അനുയോജ്യമാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത വഴികളിൽ നിന്ന് ധനവും സ്വർണവും എല്ലാം ലഭിക്കും. അമൂല്യമായ വസ്തുക്കൾ നിങ്ങളെ തേടിയെത്തും. നിങ്ങൾ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുക. ഇടവം 1 വെള്ളിയാഴ്ച നിങ്ങൾ തീർച്ചയായും ക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ആ ഒരു ഐശ്വര്യവും ചൈതന്യവും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം പ്രതിഫലിക്കും. നിങ്ങൾക്ക് സാധ്യമാവുന്ന സമയങ്ങളിലെല്ലാം ക്ഷേത്ര ദർശനം നടത്തുക. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ആ ഒരു അനുഗ്രഹം നിങ്ങൾ നിലനിർത്തുക. ആ ഒരു അനുഗ്രഹവും നിങ്ങളുടെ പ്രാർത്ഥനയും തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇത്തരമൊരു സൗഭാഗ്യം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. ഉയർച്ചയുടെ കാലഘട്ടം തന്നെയാണ്. അടുത്തതായി വരുന്നത് മകൈര്യം നക്ഷത്രമാണ്. ഇന്ന് പുലർച്ചെ മകൈര്യം നക്ഷത്രക്കാരെക്കുറിച്ച് നാം കണ്ടത് ദീർഘകാലമായുള്ള പ്രണയ പ്രശ്നങ്ങൾക്കും മറ്റും പരിഹാരം, സാമ്പത്തികമായ വലിയൊരു ഉയർച്ച നിങ്ങളെ തേടിയെത്തുന്ന സമയം തന്നെയാണ്. നിങ്ങൾക്ക് അപ്രതീക്ഷിതമായി ധനം ലഭിക്കും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് പോലും നിങ്ങൾക്ക് ധനം വരും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഗുണം ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ വളർച്ചയിലും നിങ്ങളുടെ ബിസിനസ്സിലും നിങ്ങളുടെ തൊഴിൽ മേഖലയിലും എല്ലാം നിങ്ങൾക്ക് ഇരട്ടി ലാഭം ഉണ്ടാക്കുവാൻ സാധിക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ സമയമാണ്. വിദേശ യാത്രകളും നിങ്ങൾക്ക് സാധ്യമാകും. സ്വപ്നതുല്യമായൊരു ജീവിതം തന്നെയാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. നിങ്ങൾക്ക് വീട്ടുപറമ്പിൽ നിന്ന് അമൂല്യമായ വസ്തുക്കൾ പോലും ലഭിക്കാൻ സാധ്യതയുണ്ട്. അത്രയേറെ സൗഭാഗ്യമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്നത്. നിങ്ങളുടെ പ്രാർത്ഥനയും നിങ്ങളുടെ വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ മനസ്സിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്ന് പുലർച്ചെ പ്രശ്നത്തിൽ കണ്ട മറ്റൊരു നക്ഷത്രമാണ് തിരുവാതിര. അപ്രതീക്ഷിതമായ ഭാഗ്യങ്ങൾ, ബിസിനസ്, കയറ്റുമതി ഇറക്കുമതി മേഖലകളിൽ ഇവർക്ക് വലിയ ലാഭം ലഭിക്കും. അത്തരം മേഖലകൾ കൈകാര്യം ചെയ്യുന്നവർക്ക് അനുയോജ്യമായൊരു സമയം തന്നെയാണ്. നിങ്ങൾക്ക് ഇരട്ടി ലാഭം നേടിയെടുക്കാൻ കഴിയും. നിങ്ങളുടെ കഠിനാധ്വാനത്തിന് ഇരട്ടി ഫലം ലഭിക്കുമെന്ന് തന്നെ പറയാം. നിങ്ങൾ ഇടവം 1 വെള്ളിയാഴ്ച ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങൾക്കത് ഇരട്ടി ഫലം നൽകും. അടുത്തതായി വരുന്നത് പൂയം നക്ഷത്രമാണ്. കഷ്ടപ്പാടുകൾക്ക് അറുതി വരുന്നു. നിങ്ങളുടെ ക്ഷമയ്ക്ക് ഫലം കിട്ടുന്ന സമയമാണിത്. ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ വലിയ ലാഭമുണ്ടാകും. നിങ്ങൾക്ക് സ്വന്തമായി വീടും ഭൂമിയും എല്ലാം കൈവരും. നിങ്ങളുടെ പ്രാർത്ഥനയുടെയും വഴിപാടിൻ്റെയും ശക്തി തന്നെയാണ്. അപ്രതീക്ഷിതമായി നിങ്ങൾക്ക് വലിയ ധനനേട്ടമുണ്ടാകും. നിങ്ങളുടെ കൈകളിലേക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനം വരും. അത് നിങ്ങളുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനും നിങ്ങളുടെ ഉയർച്ചയ്ക്കും കാരണമാകും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. രാത്രി ഉറങ്ങുമ്പോഴും രാവിലെ ഉണരുമ്പോഴും നിങ്ങൾ വിശ്വസിക്കുന്ന ആ പ്രപഞ്ചശക്തിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇടവം 1 മുതൽ തന്നെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങളും ഐശ്വര്യവും കടന്നു വരുന്ന മറ്റൊരു നക്ഷത്രമാണ് ആയില്യം. ബുദ്ധിശക്തിയുടെ പ്രത്യേക കരുത്തുള്ളവരാണ് നിങ്ങൾ. നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നതും എന്നാൽ നടക്കില്ലെന്ന് കരുതിയതുമായ കാര്യങ്ങൾ പോലും സഫലമാകും. സ്വപ്നതുല്യമായൊരു ജീവിതം തന്നെയാണ് നിങ്ങളെ തേടിയെത്താൻ പോകുന്നത്. പരീക്ഷകളിൽ നിങ്ങൾക്ക് ഉന്നത വിജയം നേടിയെടുക്കുവാൻ സാധിക്കും. അതിവിടെ പരാമർശിച്ച എല്ലാ നക്ഷത്രക്കാരുടെ ജീവിതത്തിലും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ്. വിജയം നിങ്ങൾക്കൊപ്പമാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് നിങ്ങൾക്ക് പൊന്നും പണവും ലഭിക്കും. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മുതൽക്കൂട്ടാകും. നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധികളെയെല്ലാം മറികടന്ന് പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നൊരു കാലഘട്ടത്തിലേക്കാണ് നിങ്ങൾ കടന്നെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് കുലദേവതയുടെ അനുഗ്രഹം കുറയുന്നതായി കാണുന്നു. തീർച്ചയായും നിങ്ങൾ ഇടവമാസം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തതായി വരുന്നത് മകം നക്ഷത്രമാണ്. പൂർവ്വപുണ്യം പോലെ ആഗ്രഹങ്ങൾ സഫലമാകും. പ്രശ്നങ്ങളുടെ കൂമ്പാരത്തിൽ നിന്ന് നിങ്ങൾ മോചിതരാകും. കുടുംബജീവിതത്തിൽ വലിയ ഐശ്വര്യവും സമാധാനവും സമ്പത്തും കടന്നു വരും. അപ്രതീക്ഷിത ധനയോഗം നിങ്ങളുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകളുടെയും
വഴിപാടുകളുടെയും ശക്തി തന്നെയാണ്. അതുകൊണ്ട് തുടർന്നും പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ഭഗവാന്റെ അനുഗ്രഹവും ആ ചൈതന്യവും നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് ശത്രുക്കളുടെ മുന്നിൽ കുതിച്ചുയരാൻ സാധിക്കുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് ശക്തിയോടുകൂടി മുന്നോട്ട് പോവുക. ഇനി പൂരം നക്ഷത്രമാണ്. സൗന്ദര്യം, ആരോഗ്യം, ദാമ്പത്യം എന്നീ 3 കാര്യങ്ങളിലും ഉന്നതി ഉണ്ടാകും. ദൂരദേശങ്ങളിലേക്കുള്ള യാത്രകൾ ഗുണകരമായി തീരും. ഭഗവതിയുടെ പ്രത്യേക അനുഗ്രഹം ലഭിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങൾക്കൊപ്പം ആ ചൈതന്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായി പൊന്നും പണവും കടന്നു വരാൻ പോകുന്നത്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്ന് ധാരാളം പണവും സ്വർണവും എല്ലാം ലഭിക്കും. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മുതൽക്കൂട്ടാവും. ഇതെല്ലാം നിങ്ങൾക്ക് സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് പ്രാർത്ഥനാപൂർവ്വം മുന്നോട്ട് പോവുക. സത്യസന്ധരായി ജീവിക്കുക. നാം ഇവിടെ പരാമർശിച്ച 10 നക്ഷത്രക്കാരും മറ്റുള്ളവരും ഇടവം 1-ാം തീയതി തൊട്ടടുത്തുള്ള ദേവീക്ഷേത്രത്തിലോ ഗണപതി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലോ പോയി നെയ്ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക. ഇടവം 1 മുതൽ 7 ദിവസത്തേക്ക് ഹനുമാൻ ചാലസ്യ ഭക്തിപൂർവ്വം ചൊല്ലുകയോ കേൾക്കുകയോ ചെയ്യുക. പാവപ്പെട്ടവരെ സഹായിക്കുന്നതും ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഈ മാസത്തിൽ വലിയ പ്രാധാന്യം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത് ഇരട്ടി ഫലം നൽകും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ മനസ്സിലാക്കുക, ജ്യോതിഷം എന്നത് വെറും കണക്കുകൂട്ടലുകളല്ല. ഇത് പ്രപഞ്ചത്തിലെ ഊർജത്തെ തിരിച്ചറിയലാണ്. നാം ഇവിടെ പരാമർശിച്ച 10 നക്ഷത്രക്കാർക്കും ലഭിക്കാൻ പോകുന്ന ഈ കോടീശ്വരയോഗം നിങ്ങളുടെ പൂർവികരുടെ പുണ്യവും നിങ്ങളുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലം തന്നെയാണ്. വലിയ വീടും വലിയ കാറും എന്നതൊക്കെ ഭൗതിക നേട്ടങ്ങളാണെങ്കിലും അത് നൽകുന്ന സമാധാനം വളരെ വലുതാണ്. വിശ്വാസത്തോടെ മുന്നോട്ട് നീങ്ങുക. അതോടൊപ്പം തന്നെ നാം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുലദേവതയെ മറന്നുപോകാൻ പാടുള്ളതല്ല. നിങ്ങൾ ഈ ഒരു ഇടവമാസം നിങ്ങളുടെ കുലദേവത നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. ദോഷങ്ങൾ ഉണ്ടെങ്കിൽ അതിനുവേണ്ട പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക. നിങ്ങൾക്കുള്ള ഈശ്വര ചൈതന്യത്തിനും ഈശ്വരാനുഗ്രഹത്തിനും കോട്ടം വരുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനങ്ങളും നിങ്ങൾ ചെയ്യാൻ പാടുള്ളതല്ല. നിങ്ങളുടെ ചൈതന്യം എക്കാലത്തേക്കും നിലനിർത്തേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിൻ്റെ ശക്തിയിൽ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് സാധ്യമാകുന്ന സമയങ്ങളിലെല്ലാം തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ഏവരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഐശ്വര്യവും സമ്പത്തും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് നാം ഭഗവാനോട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾപ്പെടുത്താം. ഇത്തരം വിശ്വാസ സംബന്ധമായ അറിവുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് ഈ ചാനൽ പിന്തുടരുക. ഇത് കേൾക്കുന്ന എല്ലാവരും ഓം നമഃ ശിവായ എന്ന് കമൻറ്റായി രേഖപ്പെടുത്തുക.